തോമച്ചായ ചായ ഞാനിവിടെ ഉണ്ടടി. എന്നാടിയോ കാര്യം? ആഹാ, നിങ്ങൾ എന്നെടുക്കും മനുഷ്യടാ. അല്ലല്ലേ, നിങ്ങ പെയിന്റ് അടിക്കുകയാണാ? ഇത് ഇന്നാണ് തോന്നിയത്. ആ ദാസപ്പനോട് അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ അവൻ എത്ര ഭംഗിയായി ചെയ്തേനെ. എടി അതിന് കാശ് വേണ്ടടി. ഇതിനിപ്പോ എന്താ കുഴപ്പം? പിന്നെ നമുക്ക് ഭംഗിയായിട്ട് പിന്നെ ചെയ്യാം. അതിന് നീ എന്നാത്തിനാടി എന്നെ വിളിച്ചത്? ദേ, അവൻ രാവിലെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടാ. ആര്, കുഞ്ഞുമോനാ? ആ, അവൻ പോയിട്ട് വരട്ടടി. എല്ലാ കാര്യത്തിനും അവനെ ഉപദേശിക്കാൻ നിന്നാലേ പിള്ളേര് ചീത്തയായി പോടി. കുറച്ചൊക്കെ അവന്റെ ഇഷ്ടത്തിൽ നടക്കട്ടേടിയെ. അത് കൊള്ളാം. അമ്മേ അമ്മേ അവൻ വന്നോന്ന് തോന്നുന്നു. അല്ലേ അപ്പം പെയിന്റ് ചെയ്യണ എന്നോട് പറയാതെ. എടാ രാവിലെ തോന്നിയ ഒരിളക്കാണ്. നിന്നെ നോക്കിയിട്ട് കണ്ടുമില്ല, പിന്നെ അങ്ങോട്ട് ചെയ്തേക്കാന്ന് വിചാരിച്ചു. അപ്പനതിങ്ങോട്ട് തന്നെ. ഇതൊക്കെ ഞാൻ ചെയ്തോളാം. അപ്പം ചെന്ന് അമ്മേനെ സഹായിക്കും. അപ്പം ഈസ്റ്ററിന് ബീഫ് കറി അപ്പന്റെ വക. അപ്പോ ഞാൻ ചോറ് പുറത്ത് പോയി തിന്നിട്ട് വരുവാ. പോടാ. എന്താണ് മനുഷ്യ? എടിയേ, നിന്റെ കാശ് പിള്ളേരുണ്ട്. പൈസയൊക്കെ ഇരിപ്പുണ്ട്, പക്ഷേ അത് കുടുംബശ്രീയുടെ പൈസയാ. അല്ല, നിങ്ങൾക്കിപ്പോ പൈസയുടെ ആവശ്യം എന്താ? അല്ലടി, ഈശ്വര ദിവസമല്ലേ, ചെറിയൊരു സന്തോഷം. മനസ്സിലായി. വിശേഷ ദിവസം ഇച്ചിരി സന്തോഷം കൂടുന്നുണ്ട്. അല്ല, കാപ്പി കുടിച്ചിട്ട് പോ. എത്രയാണ് വേണ്ടത്? ഒരു 500 രൂപ താടി. ഇടി അല്ലാമോ, വെള്ളം കിട്ടിയെടുത്തടി. ഇവിടെ ഇരുന്നോണ്ടാണ് കഴിക്കുന്ന മനുഷ്യ. അകത്തെങ്ങനെ പോയി കഴിക്കേ? എടി ഇന്ന് മാത്രമല്ലേ ഉള്ളൂ, ഒരു ദിവസമല്ലേ ഉള്ളൂ. കുഞ്ഞുവനെ വാടാ. എനിക്ക് വേണ്ടപ്പ. എടാ, ചെറിയൊരു സന്തോഷത്തിനല്ലേ, വാടാ. വേണ്ടപ്പ, ഇനി ഞാനിതൊന്നും കഴിക്കണില്ല. അതെന്താടാ മോനെ, ഇന്ന് നമുക്ക് സന്തോഷമുള്ള ദിവസമല്ലേ, ഓരോന്നൊക്കെ കഴിക്കാടാ. അപ്പാ, ഇതേപോലുള്ള ചെറിയ ചെറിയ സന്തോഷങ്ങളാണ് പല കുടുംബങ്ങളിലും ദുഃഖങ്ങളും ദുരിതങ്ങളും ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് വിശേഷപ്പെട്ട ദിവസങ്ങളിൽ മാത്രമല്ല, ഒരു ദിവസവും ഇത് ആവർത്തിക്കാതിരിക്കുന്നതാണ് നല്ലത്. നേരാടാ മോനെ, കുടുംബത്തിന്റെ സന്തോഷമാണ് ഏറ്റവും വലുത്. നിങ്ങളും നിർത്തിയ? എന്റെ കർത്താവേ, അർത്തിങ്ക പുണ്യാളച്ചന് പൊന്നും കുരിശ് നേർന്നത് വെറുതെ ആയില്ല. ഇത് നീ തന്നെ എടുക്കാൻ പോയടി.